ഇന്ത്യൻ കോഫിയേഴ്സിന്റെ യൂണിഫോം ഇന്ത്യൻ കോഫിയേഴ്സ് എംപ്ലോയി അല്ലേ അതിന്റെ അകത്ത് കാഴ്ചക്കാർക്ക് പുതിയൊരു ഇൻഫർമേഷൻ കൊടുക്കാണ് മഞ്ജുന്റെ ഭാഗത്തുനിന്ന്. ദേവി അത് ശരിയായിരിക്കണേ. ഞാൻ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് വാച്ച് ഒക്കെ ചെയ്തിരിക്കുന്നത് യങ്സ്റ്റർ ഡ്രാമയായിരിക്കും. ചെയ്യുന്ന സിനിമ ഈ ഫീൽ ഗുഡ്. പേജ് മറിച്ചപ്പോ എന്റെ ഫോട്ടോ ആ ക്യാരക്ടർ ഇതില് ഞാനിങ്ങനെ ഈ പിടി വിടരുത്, ഈ പിടി ഒന്ന് ലൂസാക്കുന്നത് അന്ന് നമ്മളില്ലാണ്ടാവും. പട്ടി മുഴുവൻ തേങ്ങയില് പിടിച്ച് നിൽക്കണ പോലെയാണ് ഞാൻ സിനിമയെ അത് ഒരുപാട് തവണ ആവർത്തിച്ചുകൊണ്ട് ഞാൻ മാറ്റി പറഞ്ഞു നോക്കിയാണ്. ക്യാരക്ടറിന് വേണ്ടിട്ട് റിസർച്ച് ചെയ്യുമ്പോ എന്തുകൊണ്ട് ബീട്രൂട്ട് എന്താ ചെയ്ത കുഴപ്പം? നല്ല ആർട്ടിസ്റ്റുകൾ ഇന്ന് നിസ്സംശയം പറയാവുന്ന രണ്ട് ആക്ടേഴ്സ്. അവരാണ് ഇന്ന് ലൈറ്റ്സ് ക്യാമറ ടോക്കിൽ എൻ്റെ ഒപ്പം. അപ്പൊ വിനയ് ഫോർട്ട് ആൻഡ് പ്രിയമത, വെൽക്കം ടു ലൈറ്റ്സ് ക്യാമറ ടോക്ക്. ഇഷ്ടമായില്ലേ ഇൻട്രോ? ആക്ച്വലി എനിക്കത് മനസ്സിലാക്കി അല്ലേ? അതാണ് ആദ്യം തന്നെ നായകനോട്, രണ്ട് നായകന്മാരിൽ ഒരാളോട് സംശയം ചോദിച്ച് ഞാൻ തുടങ്ങാണ്. ഓക്കെ, ഈ 27 വർഷം മുന്നേ ഇറങ്ങിയ സമ്മർ ഇൻ ബത്ലഹേമിലെ ചോദ്യം വന്നു, കോഴിയാണോ മുട്ടയാണോ? അത് ഇതിന്റെ പ്രമോയ്ക്ക് ഉപയോഗിച്ചു. ഒരു വർഷം ആദ്യം ഒന്ന് തിരുത്തട്ടെ ഞാൻ. എന്താ കോഴിയാണോ മുട്ടയാണോ എന്നുള്ള പരിപാടി നമ്മൾ പ്രൊമോഷൻ ഉപയോഗിച്ചിട്ടില്ല. ആ പ്രൊമോഷൻ ഞങ്ങള് അയച്ച മെറ്റീരിയൽ ഒന്ന് ബുദ്ധിയുള്ള ആളുകൾ നോക്കുമ്പോ അവർക്ക് മനസ്സിലാവും അതിൽ സിനിമയുണ്ട്, ഒന്ന് കണ്ടുപിടിച്ച് നോക്കട്ടെ. ആയിക്കോട്ടെ, എന്തായാലും ആ ഒരു ഫാക്ടർ വന്നല്ലോ. ആയിക്കോട്ടെ. കോഴിമുട്ട അല്ല, ഈ മഞ്ജുനോടൊക്കെ എന്ത് പറയാനാണ്? ഞാൻ ബാക്കി പറയട്ടെ. തോക്കി കറി വെടിവെക്കരുതെന്ന് നമ്മൾ പല പ്രശ്നം ഒരു ഫ്രഷ് ഐഡിയ പറഞ്ഞപ്പോ ഞാൻ വേണ്ടെന്ന് വെച്ചാ ഞാൻ കണ്ടിന്യൂ ചെയ്തോട്ടെ. ഒരു വർഷം മുന്നേ ഇറങ്ങിയ താങ്കളുടെ സിനിമയിൽ ഇതുപോലെ ഒരു സംശയം ബാക്കി വെച്ചിട്ടുണ്ട്, അതെന്തുകൊണ്ട് ഉപയോഗിച്ചില്ല? ഏതായിരുന്നു? ആട്ടത്തിലെ സംശയം. അത് ആരാണ് എന്ന് അന്ന് 2024 തൊട്ട് ഞങ്ങൾ എല്ലാരും ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ആരും അത് പറഞ്ഞിട്ടില്ല. ആക്ച്വലി നമുക്ക് ആർക്കും ഇതുവരെ എന്നാലും അത് ആരായിരിക്കും? കാരണം ഈ സിനിമ റിപ്പീറ്റ് ചെയ്ത് കാണുമ്പോൾ അത് സംശയത്തിന്റെ പ്രൊമോഷൻ യൂസ് ചെയ്യണത് അല്ലേ? നല്ലതാണത്. ഇനി പറ, അത് ശരിക്കും ആരായിരുന്നു? എനിക്കറിഞ്ഞൂടാ. ശരിക്കോ? നിങ്ങൾക്ക് ആർക്കും അറിയില്ല? അത് ആനന്ദിനറിയാം. പിന്നെ അത് എന്താന്നറിയാം, നമ്മളത് ഡിസ്ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സിനിമയുടെ സുഖം പോവും. കഴിഞ്ഞില്ലേ? അത് സത്യം. നമ്മൾ ആലോചിച്ചിരിക്കുമല്ലോ, ഇതിന് എത്ര വർഷം? 27 വർഷം സമ്മർ ഇൻ ബത്ലഹേം കുറെ കാലമായിട്ടിരിക്കും. അതുപോലെ ഇരിക്കേണ്ടി വരുമോ? എനിക്ക് ഏറ്റവും വർക്കായ കാര്യം എന്ന് പറയുമ്പോൾ അതിലുള്ള എല്ലാ ക്യാരക്ടേഴ്സിന് ഇവരായിരിക്കാം ഇവരെല്ലാന്നും നമുക്ക് തോന്നിക്കുന്ന ഒരു കാര്യമുണ്ട്. അതാണ്. പക്ഷെ അതൊരു കിഡിലൻ സാധനമായിരുന്നു കേട്ടോ. അത് കിഡിലൻ മൂവി ആയിരുന്നു. അത് മലയാള സിനിമയിൽ കിട്ടിയ നല്ല സിനിമ, നമ്മുടെ ഹിസ്റ്ററിയിൽ എഴുതാൻ പറ്റിയ നല്ല സിനിമകൾ. ഭയങ്കര ലേറ്റ് ആയിട്ട് ആട്ടം കണ്ട ഒരുപാട് ആളുകളുണ്ട്. അതായത് റിലീസ് കഴിഞ്ഞിട്ട് ഞാൻ പ്രിവ്യൂ ഉൾപ്പെടെ കണ്ടു. അത് കഴിഞ്ഞ് ഞാൻ OTT-ലൊക്കെ വന്നപ്പോ കണ്ടതാ. അത് കഴിഞ്ഞ് ഈ ലേറ്റ് ആയിട്ട് കണ്ട ആളുകളിൽ ഒരുപാട് പേര് പിന്നെയും പ്രശംസിച്ചിട്ടുണ്ട്. അതില് ഭയങ്കര ടച്ചിങ് ആയിട്ട്, അല്ലെങ്കിൽ ഇറ്റ് വാസ് വർത്ത് ഇറ്റ് എന്ന് തോന്നിയൊരു കമന്റ് എന്തായിരുന്നു? എനിക്ക് അങ്ങനെ തോന്നാറില്ല. അതെന്താ? നല്ല സിനിമ തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ തിയേറ്ററിൽ കാണണം. അത് കഴിഞ്ഞ് OTT കണ്ടിട്ട് ക്ഷമാപണം നടത്തുന്നത് ഭയങ്കര പ്രശ്നം. അത് വലിയ സിനിമകൾക്ക് ഓക്കെ ആയിരിക്കും. നമ്മളൊക്കെ ചെയ്യുന്ന ഭയങ്കര സോൾഫുൾ ആയിട്ടുള്ള സിനിമകളാണ്. അപ്പോൾ സംശയത്തിന്റെ കാര്യം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സിനിമ ഭയങ്കര സോൾഫുൾ ആയിട്ടുള്ള, ഭയങ്കര വെൽ റിട്ടേൺ ആയിട്ടുള്ള തിരക്കഥയുള്ള സിനിമയാണ്. അപ്പൊ ഈ സിനിമയുടെ തിരക്കഥയുടെ മേന്മ കണ്ട്, അല്ലെങ്കിൽ ഈ തിരക്കഥ സിനിമ ആക്കപ്പെടണം എന്ന് വിശ്വസിച്ച് മുന്നോട്ട് വന്ന 3 പ്രൊഡ്യൂസേഴ്സാണ് നമുക്ക്. ഒന്ന് സുരാജ് ചേട്ടൻ, ഡിക്സൺ ചേട്ടൻ, മാത്തുക്കുട്ടൻ, ലിനോ ഫിലിപ്പ് എന്ന് പറഞ്ഞ ആള്. ഇവര് ഭയങ്കര ഫിലിം ലവേഴ്സാണ്. ഇവര് മലയാള സിനിമയുടെ ഏറ്റവും വലിയ പ്രൊഡ്യൂസേഴ്സിൽപ്പെട്ട ആളുകളല്ല. അപ്പൊ ഇവർക്ക് പൈസ പ്രോപ്പറായിട്ട് കിട്ടണമെങ്കിൽ തിയേറ്ററിൽ വന്നിട്ട് ആളുകൾ സിനിമ കാണണം. പിന്നെ എപ്പോഴും നമ്മുടെ മലയാള സിനിമ, ഞാൻ ഭയങ്കര ആവർത്തന വിരസമായിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മുടെ കോണ്ടന്റ് ഡ്രിവൺ സിനിമകൾ എന്തുകൊണ്ടാണ് മലയാളത്തില് നമ്മൾ നാഷണൽ ലെവലും ഇന്റർനാഷണൽ ലെവലൊക്കെ അറിയപ്പെടുന്ന മലയാളം എന്ന് പറയുന്നത് കോണ്ടന്റ് ഡ്രിവൺ ആണ്. അപ്പോൾ ഇത്തരം പാട്ടമായാലും സംശയമായാലൊക്കെ ഭയങ്കര കോണ്ടന്റ് ഡ്രിവൺ സിനിമകളാണ്. ഇത്തരം സിനിമകൾ തിയേറ്ററിൽ വിജയിപ്പിക്കേണ്ട ഒരു ആവശ്യകതയുണ്ട് തീർച്ചയായിട്ടും. അപ്പൊ അത് ചെയ്യാണ്ട് ടെലിഗ്രാമിൽ കാണും. അതും OTT-ലല്ല, മെജോറിറ്റി ആളുകൾ ടെലിഗ്രാമിൽ കാണും. പൈറേറ്റഡ് പരിപാടി കണ്ടിട്ട് ഇടയ്ക്കെന്നോട് ആരോ ചോദിച്ചു, എടാ ടെലിഗ്രാമിൽ എന്തിറങ്ങും നാട്ടം? അതായത് ടെലിഗ്രാം അടക്കം ഒരു OTT പ്ലാറ്റ്ഫോം ആണെന്ന് വിചാരിക്കുന്ന പോലത്തെ ആളുകളുടെ ഇടയിൽ അവരുടെ ക്ഷമാപണത്തിൽ അർത്ഥമില്ലല്ലോ. മനസ്സിലായി.
പ്രത്യേകിച്ച് ഇത്തരം സിനിമകൾ നിലനിൽക്കേണ്ടത്, ഇത്തരം പ്രൊഡ്യൂസേഴ്സ് നിലനിൽക്കേണ്ടത് മലയാള സിനിമയുടെ ആവശ്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്ന. കാര്യം ഇവരൊരു സ്റ്റാർ പവർ കണ്ടിട്ട് സിനിമ എടുക്കാൻ വന്ന ആളുകളല്ല. ഇവർ നല്ല സിനിമയുടെ കൂടെ നിൽക്കുന്ന, നല്ല തിരക്കഥയുടെ കൂടെ നിൽക്കുന്ന, അല്ലെങ്കിൽ ഇപ്പൊ രാജേഷ് ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന ഒരാളാണ്. പുതിയൊരാൾക്കൊരു അവസരം ഉണ്ടാവുകയാണ്, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര പ്രിയപ്പെട്ട ഒരു കഥാപാത്രം കിട്ടുകയാണ്. അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കുന്ന സിനിമകൾ തിയേറ്ററിൽ പോയിട്ട് കണ്ടിട്ട് അങ്ങനെ വിജയിപ്പിക്കണം. ഇപ്പം ഒരു ഹിന്ദി വെബ് സീരീസ് ഉൾപ്പെടെ വന്നതൊക്കെ മാറ്റി വെച്ച് ഇതിന്റെ പ്രൊമോഷൻസിന് വേണ്ടി എക്സ്ക്ലൂസീവ് ആയിട്ട് പിന്നെ ഈ വരുന്നത് സിനിമയിലുള്ള ഒരു കോൺഫിഡൻസ് ആണ്. ആ കോൺഫിഡൻസ് എന്താ? സിനിമ തന്നെ. ഇപ്പൊ നമുക്ക് ഭയങ്കര പ്രിയപ്പെട്ട പരിപാടിയിൽ ഇപ്പൊ നമ്മുടെ വീട്ടിലൊരാൾക്കൊരു ആവശ്യം വന്നു, നമ്മൾ എന്താ ചെയ്യുക? കൂടെക്കും, നമ്മൾ അവരുടെ കൂടെ നിൽക്കും. ഞാൻ അതേപോലെയാണ് ഈ സിനിമയെ കാണുന്നത്. എല്ലാ സിനിമകളോടും ഉണ്ടാവണമെന്നില്ല. ഈ സംശയത്തിന് ഭയങ്കര സതുദ്ദേശമുണ്ട്. ഒരു സിനിമയുടെ അപ്പുറത്തേക്കുള്ള ഒരു ഫീലിംഗ് നമുക്ക് ഈ സിനിമയോടുണ്ട്. ഈ സിനിമയോടും ഈ സിനിമയിൽ പ്രവർത്തിച്ച ആളുകളോടും ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന ഇപ്പം എനിക്ക് പോയി വെബ് സീരീസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു പക്ഷേ ഞാൻ അതർ ലാംഗ്വേജിൽ ഓൾറെഡി ഹിറ്റായിട്ടുള്ള വെബ് സീരീസാണ്. അതിൽ ഈ സീസണിൽ പുതിയ ഒരു ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അപ്പം ഞാൻ അത് ഒഴിയാൻ വേണ്ടിയിട്ട് ഞാൻ അവസാനം അവരോട് പറഞ്ഞ്, ഞാൻ 10-15 വർഷം മുമ്പാണ് ഹിന്ദി പറഞ്ഞ്. അപ്പോൾ ഞാൻ ഹിന്ദി എനിക്ക് അറിഞ്ഞുകൂടെ, ഇനി വലിയ ലൈൻസൊക്കെ ആണെങ്കിൽ പഠിച്ച് പറയാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല സർ, ക്യാരക്ടറിനെ മലയാളിയാക്കാന്ന് പറഞ്ഞു. ആ ഒരു തരത്തിൽ നമ്മളുടെ കൂടെ നിന്ന ആളുകളാണ്. പക്ഷെ ഞാൻ വിചാരിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ സംശയം ഷൂട്ട് ചെയ്യപ്പെട്ട 1 വർഷം മുമ്പാണ്. ഇതിൽ പ്രവർത്തിച്ച റൈറ്ററിനെയും ഡയറക്ടറിനെയും പ്രൊഡ്യൂസറിനെ ഒക്കെ 1 വർഷമാണ് സിനിമ. ഇപ്പം ഞാനിങ്ങനെ നിന്ന് കഴിഞ്ഞാലുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനൊരു സിനിമയുള്ള നാട്ടുകാരെ അറിയിക്കാൻ എന്നെ കൊണ്ട് പറ്റും എന്ന് പറയുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. പിന്നെ നിങ്ങളെപ്പോലെയുള്ള സുഹൃത്തുക്കൾ എനിക്കുള്ള അതിൻ്റെ ഒരു സാധനം, ഒരു പവർ ഉണ്ട് നമുക്ക്. അപ്പം അങ്ങനെ നമുക്ക് ആളുകളിലേക്ക് എത്താൻ പറ്റും. പക്ഷെ ഞാനില്ലെങ്കിൽ ഈ പറയുന്ന വിസിബിലിറ്റി ഒന്നും ഉണ്ടാവില്ല. കുറെ പോസ്റ്റ് കൊണ്ട് ആരും തിയേറ്ററിലേക്ക് വരില്ല. ഇപ്പം സംശയം തന്നെ ആളുകളിലേക്ക് എത്തിയേക്കണ കുറേ കോണ്ടന്റ് ഡ്രിവൺ ആയിട്ടുള്ള വീഡിയോസും അതും ഇതൊക്കെയാണ്. അതിന് വേണ്ടിയിട്ടൊക്കെ ഞങ്ങളൊരു ഒരു വ്ളോഗ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി യൂട്യൂബിലെ KL ബ്രോ എന്ന് പറഞ്ഞാൽ നമ്മുടെ സുഹൃത്തിൻ്റെ വ്ളോഗ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനും ഇതിൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അനീഷും കൂടെ കണ്ണൂർ പോയി, കാർ ഓടിച്ച്. എറണാകുളത്ത് നിന്ന് അതിരാവിലെ പോയിട്ട് കണ്ണൂർ പോയിട്ട് വീഡിയോ ചെയ്തിട്ട് തിരികെ വന്നു. അപ്പോൾ ഞാൻ ഇതൊക്കെ സാധ്യമാണെങ്കിൽ നമ്മളുടെ ഫിസിക്കൽ പ്രസൻസ് വേണം. അപ്പം എനിക്ക് സിനിമയിലുള്ളൊരു വിശ്വാസമാണ്, ഇത്തരം സിനിമകൾ ഇനിയും നിർമ്മിക്കപ്പെടണം, ഇതിൽ പ്രവർത്തിച്ച ആളുകൾക്ക് ഇനിയും സിനിമ കിട്ടണം, പ്രൊഡ്യൂസറിന് പൈസ കിട്ടണം. അതാണ് എൻ്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഈ പറഞ്ഞ മാതിരി എവിടേക്കോ ഞാൻ ടൈപ്പ് കാസ്റ്റ് ആയി പോകുന്നുണ്ടെന്ന് തോന്നിയപ്പോ എന്നിലേക്ക് എത്തിയ സിനിമയാണ് സംശയം. നമ്മളുടെ എല്ലാ ഇറങ്ങിയ ഇന്റർവ്യൂ എല്ലാം കണ്ടിട്ടുണ്ട്. വേണ്ടിവരുമല്ലോ, ഇല്ലേ? വേണ്ടേ? അത് വേണ്ടേ? അത് കണ്ടിട്ട് വേണ്ട വരാം. അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈപ്പ് കാസ്റ്റ് ആയി പോയി എന്ന് പറഞ്ഞപ്പം പ്രിയംവദയുടെ ഫിൽമോഗ്രഫി നോക്കിക്കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ആദ്യം ഇൻട്രോയിൽ പറഞ്ഞ പോലെ ആസ് എൻ ആർട്ടിസ്റ്റ് നമുക്ക് ഭയങ്കര പ്രതീക്ഷയുള്ള ഒരു ആർട്ടിസ്റ്റാണ്. ഫിൽമോഗ്രഫിയിലുള്ള ഫിലിമുകൾ ഭയങ്കര രസമുള്ള സിനിമകളാണ്. ഈ പറഞ്ഞ മാതിരി മലയാള സിനിമയുടെ ഒരു ഹിസ്റ്ററിയിൽ ചേർക്കാൻ വരുന്ന ഫിലിമുകളാണ്. അപ്പോൾ അങ്ങനത്തെ സിനിമ, അതായത് കുറച്ചും കൂടെ കോണ്ടന്റ് ഡ്രിവൺ ആയിട്ടുള്ള, അത്ര കൊമേഴ്ഷ്യൽ സെറ്റപ്പിലല്ലാത്ത സിനിമകളാണോ വന്നുകൊണ്ടിരുന്നത്? അതുകൊണ്ടാണോ അങ്ങനെ ടൈപ്പ് കാസ്റ്റ് ആയി പോയെന്ന് തോന്നിയത്? അങ്ങനെ അല്ല. ഇപ്പോൾ കമേഴ്ഷ്യൽ സിനിമകൾ മാത്രം എനിക്ക് വന്നിരുന്നെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് കംപ്ലെയിൻ ചെയ്യില്ല, അല്ലെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ അല്ലാത്ത ഫിലിംസ് അങ്ങനെയല്ല. ഞാൻ ചെയ്യുന്ന കഥാപാത്രത്തെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് എന്താ പറയുക, ബോഡി ലാംഗ്വേജ് ആയാലും സംസാര രീതി, അല്ലെങ്കിൽ ഓരോ ക്യാരക്ടേഴ്സിൻ്റെ എന്താ പറയുക മൊത്തത്തിലുള്ള ക്യാരക്ടറിസ്റ്റിക്സും ലുക്കും എല്ലാം എന്നെക്കൊണ്ട് എന്തൊക്കെ പറ്റും എന്ന് ഞാൻ അറിയുന്നത് തന്നെ എനിക്ക് വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ വരുമ്പോഴാണ്. അതുമാത്രമല്ല, എനിക്ക് അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് എനിക്കൊരു പ്രൂവ് ചെയ്യാനുള്ളൊരു സ്പേസിങ് കിട്ടുള്ളൂ. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങനെ ഒരു തോട്ട് വന്നൊരു സമയത്താണ് എന്നിലേക്ക് ഫൈസ, ഞാൻ ചെയ്യുന്ന കഥാപാത്രം, സംശയത്തിലേക്ക് വരുന്നത്. ഫൈസേൻ്റെ ഒരു കഥാപാത്രം കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നോട്ട് ജസ്റ്റ് കഥാപാത്രം, ഈ സിനിമയുടെ കഥ, അത് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു രീതി കേട്ട് കഴിഞ്ഞാൽ ഏതൊരു ആക്ടറും എന്തായാലും ഒരു സംശയമില്ലാണ്ട് യെസ് പറയും. ഇപ്പം ഈ മൂഡിലുള്ളൊരു സിനിമയും പിന്നെ ഫൈസ എന്നുള്ളൊരു കഥാപാത്രം ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഈവൻ എന്നെ ഇതിലേക്ക് കാസ്റ്റ് ചെയ്തപ്പോൾ ഞാനൊരു രാജേട്ടൻ ഒരു സൂം കോൾ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ചിലപ്പോൾ ഞാനിതിലേക്ക് ഫിറ്റിനാവോ എന്ന് ഉറപ്പ് വരുത്താനായിരിക്കും. കാരണം എന്നിൽ വരുന്ന കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ എന്നെ സ്ക്രീനിൽ കാണുന്ന രീതികൾ എവിടേക്കോ ഒരു ബോക്സിൽ പെട്ടുപോയ പോലെ എനിക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നു.
ഇപ്പൊ നമ്മള് തൊട്ടപ്പന്റെ ഓഡീഷന് പോകുമ്പോൾ ഇതൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണല്ലോ എന്നുള്ള തോട്ടിലാണ് ഓഡീഷന് പോകുന്നത് അല്ലെ. അല്ലാണ്ട് ഇപ്പൊ സിനിമയിൽ സെലക്ട് ആവുന്നുള്ള ഒരു പ്രതീക്ഷയിലൊന്നുമില്ല, പോയി നോക്കാം എന്ന് വിചാരിച്ച് പോകുന്നു, പക്ഷെ സെലക്റ്റഡ് ആവുന്നു, അതിൽ അഭിനയിക്കുന്നു, അതിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നു. അത് ഒരു വർഷം കോളേജിൽ നിന്ന് ഗ്യാപ്പ് ഇയർ ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ പോകുന്നത്. നോട്ട് എവ്രിബഡി എഗ്രീസ് വിത്ത് ഇറ്റ്. അത് എല്ലാവരുടെയും ഒരു സപ്പോർട്ടിൽ നമ്മൾ പോകും. അത് സിനിമ പോലെ ഇത്രയും കോമ്പറ്റീറ്റീവ് ആയ ഒരു സ്ഥലത്ത് അതിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നു. ഇന്നിപ്പോ ഇവിടെ നിൽക്കുമ്പോൾ സംശയം, നരിവേട്ട പോലെ ഒരൊറ്റ മാസത്തിലെ 2 സിനിമകൾ തിയേറ്ററിലേക്ക് വരുന്നു. ഇറ്റ് ഫീൽസ് ഗുഡ്. അതിന്റെ കൂട്ടത്തിൽ ഹൗ ഡസ് ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അതെങ്ങനെയാ ഫീൽ ചെയ്യുക? ഇതിന് മുന്നേ ഇപ്പൊ പറഞ്ഞത്, അതായത് കോളേജിൽ നിന്ന് ഞാൻ 1 ഇയർ ഗ്യാപ്പ് എടുത്തു. കാരണം എനിക്കൊരു 6-7 മന്ത്സ് കോളേജിൽ പോകാനേ പറ്റിയിട്ടില്ല. എനിക്ക് ഒരൊറ്റ എക്സാം എഴുതാൻ പറ്റിയിട്ടില്ല എൻ്റെ ഫൈനൽ ഇയർ. പിന്നെ നെക്സ്റ്റ് ഇയർ പോയിട്ട് റിപ്പീറ്റ് ചെയ്യുക ചെയ്ത്. അപ്പോൾ എനിക്ക് ഈ തൊട്ടപ്പൻ എന്ന സിനിമ വന്നപ്പോൾ എൻ്റെ പേരൻസ് അത്രയും സപ്പോർട്ടീവായിരുന്നു. ഇപ്പോൾ അവർക്കറിയാം എൻ്റെ എത്രത്തോളം ഞാൻ ഇതിനെക്കുറിച്ച് പാഷനേറ്റ് ആണ്. ഈവൻ തൊട്ടപ്പൻ്റെ ഫസ്റ്റ് ഓഡിഷൻ ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഒന്നും പ്രതീക്ഷിക്കാണ്ട് പോയത്. അതുപോലെ പ്രേമത്തില് ഇപ്പൊ മിനയ് എന്നെ പറഞ്ഞിട്ടുണ്ട്, പ്രേമത്തിലാണ് ആക്ച്വലി അൽഫോൺസിന്റെ കോള് വരുമ്പോൾ അവിടുന്ന് കോള് വരുമ്പോൾ, അതായത് എനിക്കൊരു കോമഡി റോള് ചെയ്യാൻ പറ്റുന്ന ആദ്യം തിരിച്ചറിയുന്നത് അൽഫോൺസ് ആണ് എന്നുള്ളത്. എപ്പോഴെങ്കിലും അൽഫോൺസിന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, അതായത് വാട്ട് ഡിഡ് യു സീ ഇൻ മീ, ആ കോമഡി എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ, കാരണം അതിന് മുന്നേ നമ്മളെ വിനയനെ അങ്ങനെ കണ്ടിട്ടില്ല, എന്താ അങ്ങനെ തോന്നിയെന്ന് എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഞാൻ ചോദിച്ചിട്ടില്ല. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫിലിം മേക്കറിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന പോലെ എനിക്ക് അത് അയാൾക്ക് അത്ര തന്നെ ഒരു സെൻസ് ഓഫ് ഡൗട്ട് കൂടിയില്ല പുള്ളി. അപ്പൊ പുള്ളിക്ക് ഭയങ്കര ക്ലാരിറ്റി ഉണ്ട്. എനിക്ക് തോന്നുന്നു എൻ്റെ കാര്യത്തിൽ മാത്രമല്ലല്ലോ, ഒരു ബഞ്ച് ഓഫ് ആക്ടേഴ്സിനല്ലേ പുള്ളി ഒരു അവരെ കൊണ്ട് കോമഡി ചെയ്യിക്കുകയും ഒക്കെ. അപ്പോൾ അത് നല്ല പരിപാടിയാണ്. നൈസ് ആയിരുന്നു. ഇതില് ഈ പോസ്റ്റർ കണ്ടപ്പോൾ ഒരു സംശയം എന്താണെന്നറിയോ, ഈ പിള്ളേര് രണ്ടുപേരും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഷറഫിന്റെ കയ്യിലിരിക്കുന്ന കുട്ടിയും താങ്കളുടെ കയ്യിലിരിക്കുന്ന കുട്ടിയും റിയൽ ലൈഫിലാണ് ഞാൻ ചോദിക്കുന്നത്. ഇല്ല 2 ഡിഫറെന്റ് ഫാമിലിയിലെ കുട്ടികളാ. അവര് കണ്ടിട്ട് ശരിക്കും ഏതാണ്ട് ഒരേപോലെ ഇല്ല. ഞങ്ങൾ ഇവിടെ നിന്ന് ഡിസ്കസ് ചെയ്യുന്നത് രണ്ടുപേരും ഏതാണ്ട് ട്വിൻസ് ആണോ? എന്റെ കയ്യിലിരിക്കുന്ന കുട്ടി അവൻ ഈ സിനിമയുടെ റൈറ്ററിന്റെ പെങ്ങളുടെ കുട്ടിയാണ്. ഓക്കെ. അതോ? അവൻ മറ്റേ രാജേഷിന്റെ ഫ്രണ്ടിന്റെ കുട്ടിയാണ്. 2 ഡിഫറെന്റ് ഫാമിലിയിലുള്ള കുട്ടികൾ. ഓക്കെ, ആ സംശയം തീർന്നു. ഇനിയിപ്പോ വേറൊരു സംശയം ചോദിക്കാം. കുറെ കാലമായിട്ട് നമ്മൾ ജനറലി ചോദിച്ചു വരുന്ന ഒരു സംശയം, ഇന്ത്യൻ കോഫീസിന്റെ യൂണിഫോം ഇട്ട് ഇന്ത്യൻ കോഫീസ് എംപ്ലോയി അല്ലേ അതിന്റെ അകത്ത്? എല്ലായിടത്തും മസാല ദോശയിൽ നമ്മൾ ഉരുളക്കിഴങ്ങ് സവോളയൊക്കെ മാത്രം വെച്ച് കൊടുക്കുമ്പോൾ ഇന്ത്യൻ ഓഫീസിൽ മാത്രമാണ് ബീട്രൂട്ട് വെച്ച് മസാല വെച്ച് കൊടുക്കുന്നത്. ബട്ട് വൈ അതിന്റെ റീസൺ പറ, ആ ഒരു സംശയത്തിനൊരു ഉത്തരം പറ. കട്ട്ലറ്റ് ഒക്കെ ഉണ്ടാക്കി ബാക്കി വരുന്ന ബീട്രൂട്ട് അല്ല, നമ്മളവിടെ നിങ്ങള് റിസർച്ച് ഒക്കെ ചെയ്യുന്ന ആളല്ലേ? ബീട്രൂട്ടിന്റെ അല്ല, ക്യാരക്ടറിന് വേണ്ടിട്ട് ഇതൊരു സംശയല്ലേ? ക്യാരക്ടറിന് വേണ്ടിട്ട് റിസർച്ച് ചെയ്യുമ്പോ എന്തുകൊണ്ട് ബീട്രൂട്ട്? എന്താ ചെയ്ത കുഴപ്പം? ഇന്ത്യൻ കോഫീസ് എന്ന് പറയുമ്പോ ആദ്യം മനസ്സിലേക്ക് വരുന്നത് ബീട്രൂട്ട് വെച്ച് ചുമന്ന മസാല. കുക്കൊന്നും അല്ല, അയാൾ വെയിറ്റർ ആണ്. എന്ന് പറഞ്ഞാൽ ഈ ബീട്രൂട്ടിന്റെ ഐഡിയോളജി എന്താ പരിപാടി എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു കട്ട്ലേറ്റിലൊക്കെ ബീട്രൂട്ട് ഉണ്ടല്ലോ, ശ്രദ്ധിച്ചിട്ടില്ലേ? ആകെ എനിക്ക് തോന്നിയപ്പോ ഇത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിരാവിലേക്ക് പോകേണ്ടി വന്നു. അതിരാവിലെ 3 മണിക്കൊക്കെ പോയിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്, കിച്ചനും പരിപാടിയൊക്കെ. അപ്പോൾ പിന്നെ എൻ്റെ കൂടെ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഇവരുണ്ടായിരുന്നു, ഇന്ത്യൻ കോഫീസിലെ ജീവനക്കാരുണ്ടായിരുന്നു. അപ്പൊ അവരെന്നോട് പറഞ്ഞു, ഞാൻ ഇന്ത്യൻ കോഫി ഹൗസിൽ നിന്ന് കൂടുതൽ ഭക്ഷണം കഴിക്കുന്ന ആളാണ്, ഞാൻ വ്യക്തിപരമായിട്ട്. കാര്യം അതിനൊന്നും ഒരിക്കലും അവിടെ പഴയ ഭക്ഷണം ഉണ്ടാവില്ല, ഒരിക്കലും. അപ്പൊ എന്നോട് പറഞ്ഞു വീട്ടിൽ കഴിക്കുന്നില്ല, ട്രസ്റ്റ് ചെയ്ത് കഴിച്ചോളാൻ പറഞ്ഞു. അപ്പൊ അങ്ങനത്തെ ഒരു സ്പേസ് ആണ്. ബീട്രൂട്ടിന്റെ ഉത്തരം എൻ്റെ കയ്യിൽ ഇല്ല. ഞാൻ വേണമെങ്കിൽ അന്വേഷിച്ചിട്ട് വിളിച്ചു പറയാം ഫോണിൽ. ഇല്ല, എനിക്കറിയാം ഉത്തരം. എന്താണ്? അല്ല, ഇന്ത്യൻ കോഫീസ് തുടങ്ങുന്നത് 1940s ആ ടൈമിലാണ് നമ്മുടെ ഇവിടെ ഇന്ത്യയില്. അപ്പൊ ആ സമയത്ത് ഈ വേൾഡ് വാർ ഒക്കെ നടക്കുന്ന സമയമാണല്ലോ. ആ സമയത്ത് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള വെജിറ്റബിൾ ബീട്രൂട്ട് ആയിരുന്നു. ഇതിന് 2 കഥകളാണ് ഉള്ളത്. ഈസിലി അവൈലബിൾ ആയിട്ടുള്ള പൊട്ടറ്റോനേക്കാളും കൂടുതൽ ഈസിലി ഫീസിബിൾ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് ബീട്രൂട്ട് ആയിരുന്നു. അപ്പൊ അന്ന് അവര് ബീട്രൂട്ട് വെച്ച് തുടങ്ങിയതാണ്. പിന്നെ വേറൊരെണ്ണം പറയുന്നത് AKG കുറച്ചുകൂടെ സാധാരണക്കാർക്ക് കുറച്ചും കൂടെ അഫോർഡബിൾ ആയിട്ട് കൊടുക്കാൻ പറ്റുന്നത് ഇതാണല്ലോ എന്ന് വിചാരിച്ച് ബീട്രൂട്ട് ഇൻക്ലൂഡ് ചെയ്തതാണ്. ഇപ്പം സംശയം കാണുമ്പോൾ നമുക്ക് വരുന്ന ഒരു തോട്ട് ഉണ്ട്, ഇത് നമുക്ക് അങ്ങനെ ഇടിയും പിടിയൊന്നും ഇല്ലാണ്ട് തിയേറ്ററിൽ പോയി സന്തോഷമായിട്ട് കാണാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും. അതിന്റെ പാട്ടുകൾ കാണുമ്പോഴൊക്കെ ഫാമിലിയൊക്കെ ആയിട്ടിരുന്ന് ആസ് ഓഡിയൻസ്, അതായത് ആക്ടേഴ്സ് ആയിട്ടല്ല, ഓഡിയൻസ് ആയിട്ട് തിയേറ്ററിൽ പോയിരുന്ന് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സിനിമകൾ ഏത് ടൈപ്പ് സിനിമകളാ? എനിക്ക് എല്ലാം തരം സിനിമകൾ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു ആളാണ്. അപ്പൊ അത് ഓരോ ദിവസം പോലെ ഇരിക്കും, അല്ലാണ്ട് ഇന്ന കംഫർട്ട് ജോണർ ഇല്ല എനിക്ക്. ഞാൻ ഗാങ്സ്റ്റർ,
ഗാങ്സ്റ്റർ മൂവി? എനിക്ക് ഗാങ്സ്റ്റർ ഡ്രാമ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് വാച്ച് ഒക്കെ ചെയ്തിരിക്കുന്നത് ഗാങ്സ്റ്റർ ഡ്രാമ ആയിരിക്കും. ചെയ്യുന്ന സിനിമ ഈ ഫീൽ ഗുഡ്, ചെയ്യുന്നതൊക്കെ ഫീൽ ഗുഡ്, കാണുന്നതൊക്കെ ഗാങ്സ്റ്റർ. എനിക്ക് ആഗ്രഹമാണ് ഭയങ്കര. എനിക്ക് ഗാങ്സ്റ്റർ സിനിമ ചെയ്യാൻ ഭയങ്കര ആഗ്രഹം. എനിക്ക് അങ്ങോട്ടേക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല. ഞാൻ ഈ മസാല ദോശ ഉഴുന്നോടെ പരിപാടിയിൽ നിൽക്കല്ലേ, ബീട്രൂട്ട് ഫീൽ ഗുഡിൽ നിൽക്കുകയാണെന്ന്. ഇപ്പൊ സിനിമകൾ കാണും ആസ് എൻ ഓഡിയൻ ആയിട്ടല്ല, സിനിമ കണ്ട് ഒരുപാട് സിനിമകൾ കാണുന്ന കൂട്ടത്തിലാണ്. ഈ കാണുന്ന സിനിമകളിലെ ക്യാരക്ടേഴ്സ് ചിലപ്പോൾ അഭിനയിച്ച് നോക്കുന്ന കൂട്ടത്തിലാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ഇപ്പൊ ഈ റീസെന്റ് നമ്മൾ നോക്കുമല്ലോ ഇറങ്ങുന്ന സിനിമകളിലെ ക്യാരക്ടേഴ്സ് കാര്യങ്ങൾ, അങ്ങനെ കാണുമ്പോൾ റീസെന്റ് ഇറങ്ങിയതിൽ ഈ ദിസ് ക്യാരക്ടർ വാസ് നൈസ്, ഇത് ഞാൻ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നിയ ഏതെങ്കിലും ഉണ്ടോ? എനിക്ക് ആട്ടം ആക്ച്വലി കണ്ടപ്പോൾ എനിക്ക് ആസ് എൻ ആക്ടർ അങ്ങനത്തെ ഒരു സിനിമ ചെയ്യാൻ പറ്റുന്നത് വലിയൊരു കാര്യമാണ്. എനിക്ക് സറിന്റെ ക്യാരക്ടർ അടിപൊളിയായിരുന്നു. പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ സിനിമകൾ, അങ്ങനത്തെ ക്യാരക്ടേഴ്സ് കാണുമ്പോൾ നമുക്ക് ശരിക്കും ഉള്ളിൽ ഇത് തോന്നും, ലൈക്ക് ഓക്കെ ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഇപ്പോൾ ആൾക്കാർ എഴുതുന്നുണ്ട്, ഇങ്ങനത്തെ സിനിമകളുണ്ട്. അപ്പൊ എപ്പോഴെങ്കിലും ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റണം. എനിക്ക് റീസെന്റ് ആയിട്ട് ആക്ച്വലി സറിന്റെ ക്യാരക്ടറിന് ആട്ടം തന്നെയാണ് എനിക്ക് ആ ഒരു രക്ഷയില്ലാത്ത ക്യാരക്ടറായിരുന്നു, അടിപൊളി. ഈസ് ദർ സംതിങ് ലൈക്ക് ദാറ്റ് ഫോർ യു? കണ്ട സിനിമകളിൽ ഈ ക്യാരക്ടർ കിടുവായിട്ടുണ്ട്, അത് അങ്ങനത്തെ ഒരു സാധനം കിട്ടിയിരുന്നെങ്കിൽ പൊളിക്കായിരുന്നു എന്ന് തോന്നിയത്? അങ്ങനെ തോന്നില്ല, അങ്ങനെ മൈൻഡ് ചെയ്യലില്ല. എനിക്ക് പല തവണ ഞാൻ ഈ ചോദ്യം അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ പെട്ടെന്ന് മനസ്സിൽ വരുന്നില്ല. എനിക്ക് ആകെ ഈ പറഞ്ഞ ഒരു സിനിമയുടെ ജോണറാണ് എനിക്ക് ഭയങ്കര, നേരത്തെ ഞാൻ പറഞ്ഞു, അത് ഭയങ്കര ഡാർക്കറായിട്ടുള്ള. ഇപ്പം നമ്മളെല്ലാ കഥാപാത്രങ്ങളും ചെയ്യുന്നത് നമ്മളിൽ നിന്നാണ്, നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ആകെയുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇതുവരെ എക്സ്പ്ലോർ ചെയ്യാത്തൊരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കാത്ത, ഞാൻ കൂടുതലും ഒരു സാധാരണക്കാരനായിട്ടുള്ള മലയാളി യുവാവിൻ്റെ പല വേർഷൻസ് ആണല്ലോ. അപ്പം അതൊന്നും അല്ലാതെ നമ്മൾ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കാത്ത, മനസ്സ് വേറെ തരത്തിൽ വർക്ക് ചെയ്യുന്ന, അതായത് എംപത്തി ഇല്ലാത്ത, ഭയങ്കര ക്രൂവലായിട്ടുള്ള, അല്ലെങ്കിൽ ആ ഒരു ഏരിയ എനിക്ക് എക്സ്പ്ലോർ ചെയ്യാനേ പറ്റിയിട്ടില്ല. പക്ഷെ ബീങ് ആൻ ആക്ടർ ഭയങ്കര ചലഞ്ചിങ് ആണ്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നണേ. അത്തരം ഒരു ഡാർക്കർ ഏരിയയിലേക്ക് നമുക്ക് മൈൻഡ് ട്രാവൽ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത്തരം ഒരു കഥാപാത്രം നമുക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്. വാട്ട് ഡു യു തിങ്ക്? ഇപ്പൊ ഇത്രയും വർഷം മലയാള സിനിമ പോലെ ഇത്രയും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് സർവൈവ് ചെയ്യുന്നത് അത്ര എളുപ്പം കാര്യമല്ല. ഇറ്റ് ഈസ് ആക്ച്വലി എ ബിഗ് ഡീൽ. കഴിഞ്ഞ കുറെ നാളുകളായി മലയാള സിനിമയിലെ ഒരു ആളായിട്ട് ഇവിടെ നിൽക്കുന്നത് വലിയ കാര്യമാണ്. ഈ സർവൈവലിനെ അതർ ദാൻ ആക്ടിങ്ങിനോടുള്ള പാഷൻ, ഹാർഡ് വർക്ക്, അതല്ലാണ്ട് പിന്നെ വേണ്ട ഫാക്ടേഴ്സ് എന്തൊക്കെയാ? ഈ പിടി വിടരുത്, ഈ പിടി എന്ന് ലൂസാക്കുന്നത് അന്ന് നമ്മളില്ലാണ്ടാവും. എനിക്ക് ആ ഡയലോഗ് എനിക്ക് ഓർമ്മയുണ്ട്. ഈ പട്ടി മുഴുവൻ പിടിച്ചു നിൽക്കുന്ന പോലെയാണ് ഞാൻ സിനിമയെ ആവർത്തിച്ചുകൊണ്ട് ഞാൻ മാറ്റി പറഞ്ഞു നോക്കിയാണ്. അപ്പൊ വീണ്ടും കാര്യമില്ല, മഞ്ജു അതുകൊണ്ട് വീണ്ടും നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോ വിനയുടെ എല്ലാ ഇന്റർവ്യൂ ഞാൻ ഇത് എനിക്ക് കാണാൻ പാടാണ്. അതുകൊണ്ട് ഞാനൊന്ന് മാറ്റി പിടിക്കാൻ ശ്രമിച്ചാണ്. അപ്പൊ വീണ്ടും വന്ന് പട്ടി മഞ്ജു ഇല്ല, വിനയുടെ ഇന്റർവ്യൂസ് കാണുമ്പോഴേ നമുക്ക് അതിന്റെ അകത്ത് ഫീൽ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇതിനോടുള്ള ഒരു ഭയങ്കര ത്വരയുണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് വർത്തമാനം വേണ്ടത്. നേരത്തെ പറഞ്ഞ ചോദ്യത്തിന്റെ ആൻസർ ആണ് പാഷൻ. നമ്മള് ഇതായിട്ട് പറയാം, പാഷന്റെ മുകളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എവിടെ ഒരു ഭ്രാന്തിന്റെ ഒരു അവസ്ഥയുണ്ട്. ഞാൻ ആലോചിക്കും, ഇപ്പൊ ഞാനൊരു ആക്ടർ അല്ലായിരുന്നെങ്കിൽ എൻ്റെ ഒരു ഐഡന്റിറ്റി എന്തായിരിക്കും, എൻ്റെ എക്സിസ്റ്റൻസിന്റെ ഒരു എൻ്റെ ലൈഫിൻ്റെ പേർപ്പസ് എന്തായിരിക്കും, അല്ലെങ്കിൽ എൻ്റെ ഒരു മീനിങ് എന്തായിരിക്കും എന്നൊക്കെ ആലോചിക്കും. അപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു വേ ഓഫ് എക്സ്പ്രഷനാണ് ഒരു വ്യക്തി എന്നുള്ള തരത്തിലും എൻ്റെ ജീവിതം എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ. അല്ലെങ്കിൽ ഞാൻ എൻ്റെ പല കാര്യങ്ങളും എക്സ്പ്രസ് ചെയ്യുന്നത് എൻ്റെ ഈ ക്രാഫ്റ്റിൽ കൂടെയാണ്. അപ്പം ഇതില്ലെങ്കിൽ ഞാൻ എന്തായിരിക്കും എന്ന് പറയുന്നൊരു ചോദ്യം ഉണ്ടല്ലോ. അപ്പം അതാണ്. അപ്പം എനിക്കിതില്ലാണ്ട് പറ്റില്ല. വേറെ പണിയൊന്നും അറിയാൻ പാടില്ല, എൻ്റെ പ്രശ്നം വേറെ സൈഡിൽ. പക്ഷെ ഇതാണ് എന്റെ റിയൽ ആൻസർ. വേറെ പണിയൊന്നും അറിയാൻ പാടില്ല, അത് ഒരു സൈഡില്, അത് വേറൊരു പോയിന്റ്. ഒരു സൈഡില്. പക്ഷെ ആ എക്സ്ട്രീം ഇതിനോടുള്ള ഒരു ആഗ്രഹം നമുക്ക് വിനയുടെ എല്ലാ സംസാരത്തിലും എവിടൊക്കെ നിങ്ങൾ സംസാരിക്കുന്നുണ്ട് അവിടൊക്കെ ഇതിനോടുള്ള ഒരു ഇഷ്ടം മനസ്സിലാവും. അതുപോലെ ഇഷ്ടമുള്ള ആൾക്കാരെ നമ്മൾ തിരിച്ചറിയുമല്ലോ നമ്മുടെ ഓപ്പോസിറ്റിൽ. അങ്ങനെ ഈ അടുത്ത് കണ്ട കോ ആക്ടേഴ്സിൽ അല്ലെങ്കിൽ കൂടെയുള്ള ഡയറക്ടേഴ്സ് ആവാം, അല്ലെങ്കിൽ ക്രൂവിന്റെ ആളെങ്കിലും ആവാം, അങ്ങനെ ഭയങ്കര പാഷനേറ്റ് ആയിട്ട് ഹീസ് ആസ് പാഷനേറ്റ് ആസ് ഐ ആം എന്ന് തോന്നുന്ന ആൾക്കാര് അങ്ങനെ ആരെങ്കിലും മീറ്റ് ചെയ്തിട്ടുണ്ടോ? എനിക്ക് സെറിന് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. സെറിന് ഞാനും കൂടെ സംസാരിക്കുന്ന വിഷയം മുഴുവൻ അല്ലെങ്കിൽ കൂടുതലും ഇങ്ങനെയൊക്കെ ആയിരിക്കും. പിന്നെ ഞാൻ ഈ ആക്ടിങ് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഞാൻ വേറൊരു കണക്റ്റും ഒക്കെ തോന്നുന്നു. ഇപ്പോൾ റോഷന് ഞാനും കൂടെ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ വർക്കൊക്കെ കാണുമ്പോൾ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരാളാണ്. അതായത് നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും 99% ആളുകൾക്ക് മനസ്സിലാവില്ല.
നമ്മൾ ലൈക്ക് ഇപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ഫീൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു കോമൺ മാൻ, അപ്പം എൻ്റെ ഭാര്യയൊക്കെ കണ്ടിട്ട് പറയും, നിങ്ങൾ ഈ പറയുന്ന പോലെ ഈ ഭയങ്കര സട്ടിൽ ആക്ടിങ് ചെയ്ത് ഒന്ന് കാണാണ്ടായിട്ടോ എന്നൊക്കെ പറയും. അത് പ്രത്യേകിച്ച് അഭിനയിക്കുന്നൊന്നുമില്ല, അഭിനയിക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നില്ല. ആ ഒരു അവസ്ഥയിലേക്ക് എത്താൻ വേണ്ടി ഞാൻ ഈ പറയുന്ന പോലെ ഒരു 10-30 വർഷമായിട്ട് പണിയെടുത്തതിൻ്റെ റിസൾട്ടാണ് എനിക്കിപ്പോൾ ആ ഒരു അവസ്ഥയാണെങ്കിൽ. അപ്പൊ എൻ്റെ ഭാര്യ കൗണ്ടർ ചെയ്യും, ഒന്ന് ഇളകി ചെയ്യും മനുഷ്യന്നൊക്കെ പറയും. അല്ലെങ്കിൽ നീ അവള് കൂടുതലും ഇപ്പൊ അമ്പിളിച്ചേട്ടൻ അല്ലെങ്കിൽ ആ ഒരു ലീഗ് ഓഫ് ആക്ടേഴ്സിന്റെ ഭയങ്കര ഫാനാ. അപ്പൊ അവളുടെ ഭർത്താവാണെങ്കിൽ മറ്റേ റിയലിസ്റ്റിക് ആക്ടിംഗ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയിൽ ഞാനും. അപ്പൊ അതിൻ്റെ ഒരു കോൺട്രഡിക്ഷൻ ഉണ്ട്. പക്ഷെ അപ്പൊ ഞാൻ മൈന്യൂട്ട് പരിപാടികളൊന്നും ആളുകളിലേക്ക് എത്തില്ല. അത് ഒരുപക്ഷെ 0.1% ആളുകൾക്ക് കിട്ടുള്ളൂ. പക്ഷെ ഞാനും റോഷനൊക്കെ ആയിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഇപ്പം ഞാനും എൻ്റെ ബോംബെയിലുള്ള ക്ലാസ്മേറ്റ്സൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ സംസാരിക്കുന്ന പല കാര്യങ്ങളും ഇപ്പോൾ നേരത്തെ പറഞ്ഞ മഞ്ജുവിൻ്റെ ക്വസ്റ്റ്യനോട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ ഒരു ദിവസം 100 കാര്യങ്ങൾ ചിന്തിക്കുന്നതെന്നും വിചാരിക്കുക. നമ്മൾ ഒരു സെക്കൻഡിൽ തന്നെ ലക്ഷക്കണക്കിന് കാര്യങ്ങൾ ആലോചിക്കുന്ന ആളുകളാണ്. ഇപ്പോൾ ഡോക്ടേഴ്സിനൊക്കെ ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട്, അപ്പോൾ അറിയാമല്ലോ. ഓക്കെ. അപ്പോൾ അത് ഞാനൊരു 100 തവണ എന്തെങ്കിലും 100 ആലോചനകൾ എനിക്കൊരു ദിവസം ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്ന അതിലൊരു മോർ ദാൻ 50 നമ്മൾ ഇതിനെ കുറിച്ചിട്ടായിരിക്കും. സിനിമ, ആക്ടിങ്, തിയേറ്റർ, ആർട്ട്, ഈ സീനിലൊക്കെ ആയിരിക്കും കൂടുതലും. അപ്പം മോസ്റ്റ്ലി ആക്ടിങ്, സിനിമ. അപ്പം ഞാൻ ഒരുപാട് ചിന്തകൾ ചിന്തിച്ചുണ്ടാക്കുന്ന പരിപാടികൾ ശരിയാകണമെന്നില്ലല്ലോ. ഇത് ശരിയാണെന്ന് മനസ്സിലാകുന്നത് എൻ്റെ ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ഒരാളെ കിട്ടുമ്പോഴും അയാളും അങ്ങനെ തന്നെ ചിന്തിക്കുന്നു എന്ന് പറയുന്നതും അങ്ങനെയൊക്കെയാണ്. അപ്പം അങ്ങനെ എനിക്ക് ഭയങ്കര ഒരു സംസാരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റിയ, അല്ലെങ്കിൽ ആക്ടിങ്ങിനെ കുറിച്ച് സംസാരിക്കാനൊക്കെ എനിക്ക് താല്പര്യം റോഷനോടാണ്. ഞങ്ങൾ വർഷങ്ങളായിട്ട് കണ്ടിട്ടൊന്നുമില്ല, വർഷത്തിൽ. ഓക്കെ. ഇപ്പൊ നമ്മള് സംശയത്തിന്റെ ഇതൊക്കെ കാണുമ്പോൾ എവിടേക്കോ ഈ വർക്ക് ലൈഫ് ബാലൻസ് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന 2 ആളുകളെ പോലെ തോന്നുന്നു നിങ്ങളെ രണ്ടുപേരെയും കാണുമ്പോഴത്തേക്കും. ഇതേ സാധനം സിനിമ പോലെ ഇത്രയും തിരക്കുള്ള ജീവിതത്തിൽ അതും അത്ര എളുപ്പമല്ലല്ലോ വർക്ക് ലൈഫ് ബാലൻസ് കൊണ്ടുവരാന്ന് പറഞ്ഞാൽ. നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ ഫാമിലി ഉണ്ട്. ഹൗ ഡു യു മാനേജ് ഇറ്റ്? ഞാനത് ബാലൻസ് ചെയ്യുന്ന ആളാണ്. എനിക്കങ്ങനെ ഞാൻ തുടർച്ചയായിട്ട് ഒരു സിനിമ കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവിടെ നിന്ന് ഫ്ലൈറ്റ് പിടിച്ച് അടുത്ത സിനിമയ്ക്ക് പോകില്ലേ, ഗ്യാപ്പ് എടുക്കും. എനിക്ക് ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബോധപൂർവ്വം ഗ്യാപ്പൊന്നും എടുക്കുന്നതല്ല, പക്ഷെ എവിടെയും അങ്ങനെ ബാലൻസ് ആയി പോകുന്നുണ്ട്. എനിക്ക് അങ്ങനെ ഭയങ്കര തിരക്കുള്ളൊരു സ്റ്റാർ ഒന്നും അല്ലല്ലോ. അപ്പോൾ എപ്പോഴും ഒരു സിനിമ കഴിഞ്ഞ് എനിക്ക് ചിലപ്പോൾ ഒരു 10-20 days ഒക്കെ ഗ്യാപ്പ് കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ അടുത്ത സിനിമയിലേക്ക് പോകുന്നത്. പിന്നെ എനിക്കത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത്യന്തികമായിട്ട് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ജീവിതം എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ടല്ലോ. നമ്മൾ ജീവിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ എൻ്റെ മോൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തിട്ടില്ല, ഞാൻ അമ്മയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തിട്ടില്ല, ഫാമിലിയായിട്ട് ട്രാവൽ ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. സിനിമയ്ക്ക് ഇപ്പം ഞാനില്ലെങ്കിൽ ഒരു ചുക്ക് സംഭവിക്കില്ല. പക്ഷെ എൻ്റെ കുട്ടിക്കോ എൻ്റെ ഫാമിലിക്കോ അങ്ങനെ അവിടെ എനിക്ക് എന്നെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. അപ്പം അത് ബാലൻസ് ചെയ്യും. മറ്റേ വർക്കും ഫാമിലിയും ബാലൻസ് ചെയ്യാറുണ്ട്. പിന്നെ മറ്റേ ലൊക്കേഷനിലുള്ള ഒന്നും ക്രിയേറ്റീവ് ആയിട്ടുള്ള പരിപാടികളൊന്നും കൊണ്ടുപോകാറില്ല. പിന്നെ ഈ പറയുന്ന ആളുകൾ സാമ്പത്തികമായിട്ടുള്ള പരിപാടികളൊക്കെ നമുക്ക് എവിടെയെങ്കിലും ബാധിക്കുമല്ലോ. അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളേ ഉള്ളൂ. പക്ഷെ ഒരു പ്രോപ്പർ ബാലൻസ് ഇതുവരെ ഉണ്ട്. ആസ് ഓഫ് നൗ ഉണ്ട് അല്ലേ? ഓക്കെ. 2025 സംശയമുണ്ട്. അതിന് മുന്നേ സിനിമകൾ വന്നു. ഇനി അങ്ങോട്ട് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന സിനിമകൾ ഏതൊക്കെയാ? ആ ഒരു ഡീപ്പ് ലെവൽ എക്സൈറ്റ്മെന്റ് സംശയം തന്നെയാണ്. ആട്ടം പോലെ തന്നെ നമുക്ക് പ്രിയപ്പെട്ട സിനിമയാണ്. നമ്മൾ അതിന്റെ റൂട്ട് മുതൽ ഞാൻ ഇതിന്റെ കൂടെ ഉണ്ടായിരുന്നു. രാജേഷ് 1 ലൈൻ പറഞ്ഞ ടൈം മുതൽ രാജേഷ് എഴുതിയപ്പോൾ എവിടെ എന്നെ കണ്ട് എഴുതിയെന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു മൊമെന്റ് മുതൽ തമാശയിലെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു രാജേഷ്. അപ്പൊ ആ ടൈം മുതൽ ഞാൻ ഈ സിനിമയുടെ കൂടെ ട്രാവൽ ചെയ്യുന്ന ആളാണ്. അപ്പൊ സംശയം എനിക്ക് റിസൾട്ട് അല്ല. ഇപ്പം നമുക്കൊന്നും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ ഭയങ്കര ഹോപ്പ്ഫുള്ളാണ്. ഈ തിയേറ്ററിൽ നല്ല ഹൗസ്ഫുൾ ഓടും, അല്ലെങ്കിൽ ആ പ്രതീക്ഷയൊക്കെ ഉണ്ട്. കാണുന്ന ആളുകൾക്ക് ഇതുവരെ കണ്ട എല്ലാവർക്കും പടം വർക്കായിട്ടുണ്ട്. പക്ഷെ ഇതിൻ്റെ അപ്പുറത്തേക്കൊരു ഇമോഷനാണ് എനിക്ക് ഈ സിനിമ. ഒരു സിനിമയുടെ അപ്പുറത്തേക്ക് വെരി പേഴ്സണൽ. അതുപോലെ ഉണ്ട് ഇപ്പൊ അവസാനം ചെയ്ത സിനിമ ഓടും കുതിര ചാടും കുതിര, അൽതാഫ് സലീമിന്റെ ഫഹദായിട്ടുള്ള സിനിമ. പിന്നെ സൂപ്പർ സ്റ്റാർ ഷറഫുദ്ദീന്റെ പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന സിനിമയിലും എനിക്ക് അഭിനയിക്കാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അവസരം അദ്ദേഹം തന്നു. അത്യാവശ്യം നല്ല പൈസയൊക്കെ തന്നിട്ടാണ് അഭിനയിപ്പിച്ചേക്കണേ. അതിനുള്ള നന്ദി കൂടി ഷറഫുദ്ദീനോട് ഈ അവസരത്തിൽ ഞാൻ വ്യക്തമാക്കുകയാണ്. അത് ഉപയോഗപ്പെടുത്തുന്നു, ഞാൻ രേഖപ്പെടുത്തുന്നു. അതും വേറെ ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. ഹാർഡ് കോർ കമേഴ്ഷ്യൽ ലൗഡ് കോമഡി പരിപാടിയാണ്. ഓക്കെ. വാട്ട് അബൌട്ട് യു? 2025 വിലായത് ബുദ്ധ ഉണ്ട് എന്ന് എനിക്ക്. അത് 2025 അല്ലേ? അതെ അതെ.
സംശയം കഴിഞ്ഞിട്ട് ഇനി ഈ മാസം തന്നെ നരിവേട്ട ഇറങ്ങുന്നുണ്ട്. അതും വളരെയധികം എക്സൈറ്റഡ് ആണ്. പിന്നെ വിലായത്ത് ബുദ്ധ ജസ്റ്റ് ഷൂട്ട് കഴിഞ്ഞു ആൻഡ് ഈ വർഷം ഇറങ്ങുന്നുണ്ട്. ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. പിന്നെ ഇപ്പൊ പറഞ്ഞില്ല, അതായത് തമാശയ്ക്ക് വർക്ക് ചെയ്യുമ്പോൾ രാജേട്ടൻ ഉണ്ടായിരുന്നു. അപ്പൊ എവിടേക്കോ നിങ്ങളെ കണ്ടിട്ടാണ് ആ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. ഞാൻ ആക്ച്വലി ഞെട്ടിപ്പോയത് വിലായത്ത് ബുദ്ധയുടെ സ്ക്രിപ്റ്റ് എനിക്ക് വന്നപ്പോൾ നമ്മൾ പേജ് മറിക്കുമ്പോൾ രാജുവേട്ടൻ പൃഥ്വിരാജിന്റെ ആ ക്യാരക്ടർ ലുക്കിലുള്ള ഒരു ഗ്രാഫിക്കലി ഒരു ഇതുണ്ട്. തിരിച്ച് പേജ് മറിച്ചപ്പോൾ എൻ്റെ ഫോട്ടോ ആ ക്യാരക്ടർ ഇതിൽ. അപ്പം ഞാനിങ്ങനെ ലൈക്ക് ഇവര് ഈ ഒരു മുഖം ആലോചിച്ചിട്ട് ലൈക്ക് എന്നോട് പറയുന്നതിന് മുന്നേ അവർ ആ ഫോട്ടോ പ്രിന്റ് കഥ എഴുതുമ്പോഴോ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് ചെയ്യുമ്പോഴോ അല്ല. പക്ഷേ ഇവര് അറ്റ്ലീസ്റ്റ് ഈ സ്ക്രിപ്റ്റ് പ്രിന്റ് ചെയ്യുന്നതിന് മുന്നേ ഉണ്ടായിരുന്നല്ലോ, അതെനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ടിലൊരു ഇതുണ്ട്, ഓക്കെ ഇതാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്ന ക്യാരക്ടർ. അപ്പോൾ എന്തായാലും ഞാൻ വെയിറ്റ് ഗെയിൻ ചെയ്യണം എന്ന് മനസ്സിലായി. അപ്പോൾ അതിന് ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷനും കാര്യങ്ങളൊക്കെ പിന്നെ ചെയ്തു. അപ്പോൾ ഇനി തിയേറ്ററിലേക്ക് വരാൻ എന്തെങ്കിലും സംശയം ആളുകൾക്കുണ്ടെങ്കിൽ അത് പറഞ്ഞ് തീർത്തിട്ട് പൊക്കോ. സംശയം വേണ്ട ആക്ച്വലി തിയേറ്ററിലേക്ക് വരാൻ, ഈ പടം കാണാൻ. ഇത് ഫ്രണ്ട്സും ഫാമിലിയും കുട്ടികളും എല്ലാവരുമായിട്ട് വന്ന് കാണാൻ. വീടടച്ചിട്ട് വരണം. വീടടച്ചിട്ട് ആ വീട്ടിലുള്ള എല്ലാ മനുഷ്യരെയും കൂട്ടിയിട്ട് സിനിമ കാണാൻ വരണം. എന്നിട്ട് ഈ സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂടുതൽ ആളുകളോട് പറയുക. എല്ലാം ഏജ് ഗ്രൂപ്പിന് വർക്ക് ആവുന്ന ഒരു സിനിമയാണിത്. എല്ലാവരും കാണണം. അങ്ങനെ കാറ്റഗറി യൂത്ത് അല്ലെങ്കിൽ വയലൻസ് സിനിമ ഇഷ്ടപ്പെടും, ത്രില്ലർ അങ്ങനത്തെ അല്ല. എല്ലാ ആളുകൾക്കും അപ്പീലിംഗ് ആയിട്ടുള്ള ഭയങ്കര സോൾഫുൾ ആയിട്ടുള്ള ഒരു ഫീൽ ഗുഡ് ഫാമിലി എൻ്റർടൈൻമെൻറ്റ്, ഒരു ചിരിച്ച മുഖത്തോടുകൂടി സിനിമ കാണാം. സിനിമ കഴിഞ്ഞ് പോകുമ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് സിനിമ തിയേറ്ററിൽ ഉപേക്ഷിച്ചിട്ട് പോകാൻ പറ്റില്ല. സിനിമ നിങ്ങളുടെ കൂടെ ട്രാവൽ ചെയ്യുന്ന പോലത്തെ ഒരു ഇമോഷൻ നിങ്ങളിലേക്ക് സിനിമ തരും. തീർച്ചയായിട്ടും സിനിമ കാണുക, വിജയിപ്പിക്കുക. ഓക്കെ, വിജയിപ്പിക്കാം. OTT-യിൽ എത്തുന്നതിന് മുന്നേ ഹിറ്റ് ആവട്ടെ. ഓക്കെ, തിയേറ്ററിൽ വെച്ച് തന്നെ ഹിറ്റ് ആയിക്കോട്ടെ. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ്.